കണ്ണൂർ വിമാനത്താവള പരിസരത്ത് പുലിയുടെ കാൽപ്പാട് കണ്ട സംഭവത്തിൽ വനംവകുപ്പിന്റെ പരിശോധന ഇന്ന് നടക്കും. സമീപ പ്രദേശത്തെ CCTV ക്യാമറകൾ വനംവകുപ്പ് ഇന്ന് പരിശോധിക്കുമെന്ന് അറിയുന്നു. ദീപക് തരുണം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. കണ്ണൂരിലിപ്പോൾ എവിടെയാണ് പോയി നിൽക്കുന്നത്? മനസ്സിലായില്ലല്ലോ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ പറശ്ശിനിയിലാണ്. പറശ്ശിനി മുത്തപ്പൻ മടപ്പുരയുടെ തൊട്ടരികിലുള്ള പുഴയോരമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മനോഹരമായ പുഴയോരം. എസ് കെ എൻ ഇതാ വലത്തോട്ടേക്ക് പാൻ ചെയ്താൽ, നമ്മുടെ ക്യാമറാമാൻ ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് കാണാം മുത്തപ്പൻ ക്ഷേത്രമാണ് പറശ്ശിനി, പ്രശസ്തമായ പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം. ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പൊക്കെ ഉണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എസ് കെ എൻ വലിയൊരു ടൂറിസം സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് എസ് കെ എൻ പറശ്ശിനി. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയൊരു ഹൗസ് ബോട്ട് ഇങ്ങനെ വരുന്നത് കാണാം. മനോഹരമായ, നമ്മുടെ പ്രേക്ഷകർക്ക് രാവിലെ നല്ല ദൃശ്യങ്ങൾ സമ്മാനിക്കണമെന്നുള്ളത് എസ് കെൻ്റെ നിർദ്ദേശമാണല്ലോ. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ കണ്ണൂരിൽ നിന്നും പറശ്ശിനിയിലേക്ക് എത്തി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു വലിയ ഒരു ഭീമൻ ടൂറിസ്റ്റ് ബോട്ട്, വിനോദസഞ്ചാരികൾക്കുള്ള ബോട്ടിങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇനി എസ് കെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം അല്ലേ? തീർച്ചയായിട്ടും. എസ് കെ ഈ കണ്ണൂർ വിമാനത്താവള പരിസരത്ത് ആശങ്ക പടർത്തുന്ന രീതിയിലായിരുന്നു ഈ പുലിയുടെ സാന്നിധ്യം. ആ പുലിയുടെ കാൽപ്പാടുകളാണ് കണ്ടത്. ഇതേ തുടർന്ന് അവിടെയുള്ള പരിസര പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വനം വകുപ്പ് ചില നിരീക്ഷണ ക്യാമറകൾ ആ പ്രദേശത്ത് ഘടിപ്പിച്ചിരുന്നു. അത് ഇന്ന് പരിശോധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം വിമാനത്താവളത്തിൻ്റെ 3ാം ഗേറ്റിന് അരികിലാണ് ഈ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടത്. മാത്രമല്ല, പ്രദേശത്ത് പരിശോധന നടത്തിയപ്പോൾ ചില മരങ്ങളിലും വൃക്ഷങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട്. പുലിയുടേതാണെന്നാണ് പ്രാഥമികമായി വനം വകുപ്പ് സംശയിക്കുന്നത്. ഒരു വന്യജീവി ആക്രമിച്ച് ഭക്ഷിച്ച് അവശിഷ്ടവും അവിടെ കാണുന്നു. ഒരു പട്ടിയുടെ അവശിഷ്ടമാണ് കണ്ടത്. ഈ നിലയിൽ ഏതാണ്ട് ഒരു അനുമാനത്തിൽ എത്തിയിരിക്കുന്നത് ഇത് പുലിയുടെ തന്നെയാണെന്നാണ്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ആശങ്ക അകറ്റാൻ അടിയന്തര നടപടി വേണം എന്നുള്ള നിർദ്ദേശം നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്താകെ നിരീക്ഷണ ക്യാമറ ഈ കാട്ടിലേക്ക്, പ്രത്യേകിച്ചും ഈ മൂർക്കൻ പറമ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്, ഒരു കുന്നായിരുന്നു ഈ കണ്ണൂർ വിമാനത്താവളമായി മാറിയത്, മട്ടന്നൂരിലെ. ആ പ്രദേശത്ത് നേരത്തെ വലിയ രീതിയിലുള്ള വന്യജീവി ശല്യമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു, വന്യജീവികളുടെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുലിയുടെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനയാണ് ഇന്ന് DFOയുടെ നേതൃത്വത്തിൽ നടക്കുക. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.